വിഭാഗീയ ചിന്തകൾ നമുക്കിടയിലേക്ക് വിത്തിട്ട് മുളപ്പിച്ച് മുതലെടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾ. ഇന്നും നമുക്കിടയിൽ അതേ തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, അധികാരം നേടുന്നതിനു വേണ്ടി മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ, വർഗീയ പ്രവർത്തനങ്ങൾ അത് ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഒന്നായി നിന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. നമ്മൾ ഒന്നിച്ചു നിന്നപ്പോഴാണ് നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചത്. നമ്മൾ ഒന്നായി നിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പട്ടിണി മാറാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക്, വികസനത്തിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മൾ വിഭജിക്കപ്പെടുമ്പോൾ, നമ്മൾ പരസ്പരം ശത്രുക്കളാക്കി മാറ്റപ്പെടുമ്പോൾ എന്തു ഗുണമാണ് രാജ്യത്തുണ്ടാവുക? നമ്മൾ പരസ്പരം പോരടിച്ചതുകൊണ്ട് ഈ രാജ്യത്തിന് എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക? നമ്മൾ പരസ്പരം ആയുധമണിഞ്ഞതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും? വളരെ മനോഹരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരള നാട്, ഹരിതപ്പട്ടെടുത്ത ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യരക്തം കൊണ്ട് ചുമപ്പ് വരയ്ക്കാൻ പറ്റും. നമ്മുടെ ശുദ്ധമായ അരുവികൾ മുഴുവനും നമുക്ക് മനുഷ്യരക്തം കൊണ്ടുള്ള നദികളാക്കി മാറ്റാൻ കഴിയും. മനുഷ്യന്റെ കബന്ധങ്ങൾ കൊണ്ട് നമുക്ക് വലിയ വലിയ ഗോപുരങ്ങൾ പണിയാൻ കഴിയും. അങ്ങനെ ഇന്ത്യ വളരും എന്നും ഇന്ത്യ വികസിക്കുമെന്നും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറുമെന്നും വിശ്വസിക്കുന്ന മൗഢ്യത്തിലാണോ നമ്മൾ ഉള്ളത്? അങ്ങനെ ഒരു കലാപവും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടും. ഈ ലോകത്ത് ഏറ്റവും പ്രശംസമാക്കപ്പെട്ട ഒരു വിഭാഗമായി ഇന്ത്യക്കാർ മാറും. നമുക്കറിയാം, ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായി. ഗുജറാത്തിലെ വർഗീയ ലഹളയുടെ, വംശീയ ലഹളയുടെ കാലത്ത് നമ്മൾ വായിച്ചു, ഗുജറാത്തിലെ മുഖ്യമന്ത്രിക്ക് ലോകത്തിന്റെ മറ്റൊരു രാജ്യത്തേക്കുമുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ബ്രിട്ടനും അമേരിക്കയും അടക്കം അവരൊന്നടങ്കം പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രി വരണ്ട എന്ന്. എന്തായിരുന്നു കാരണം? അവിടെ നടന്നത് ക്രൂരമായ മനുഷ്യഹത്യകളായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യഹത്യ നടന്ന രാജ്യത്തെ മുഖ്യമന്ത്രി ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണ്ട എന്ന് പറയുന്നു ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ. ഇനിയും നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് മനുഷ്യകബന്ധങ്ങൾ കൊണ്ട് ഗോപുരം പണിതവർ എന്നായിരിക്കും. അങ്ങനെ മനുഷ്യരോട് ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവര് നമ്മൾ ഇന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത് ഹിറ്റ്ലർ എന്നാണ്, സ്റ്റാലിൻ എന്നാണ്, ക്രൂരം എന്നാണ്, പൈശാചികതയ്ക്ക് നേതൃത്വം നൽകിയവർ എന്നാണ്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ വാഴ്ത്തപ്പെടുകയല്ല ചെയ്യുക, ഇന്ത്യ തളർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് രക്ഷയാണ് ഉണ്ടാവുക? നമ്മുടെ ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുക? നമ്മൾ ആയുധമണിഞ്ഞതിന്റെ പേരിൽ. ഇവിടുത്തെ ഹിന്ദുക്കളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കലാപത്തിൽ ഏർപ്പെട്ടാൽ അതല്ല യാഥാർത്ഥ്യം. അതേസമയം ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ, അധികാരമോഹികളുടെ, അവരുടെ ഇരിപ്പിടം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമുക്കിടയിൽ സംശയങ്ങളുടെ വിത്ത് പാകുകയും പരസ്പരം തമ്മിലടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് പല കാരണങ്ങളാൽ പല സന്ദർഭങ്ങളിൽ പലതും കരുതിക്കൂട്ടി നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ലവ് ജിഹാദ്. കേരളത്തിലെ മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും ഭീതികമായി അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു ലവ് ജിഹാദ്. ലവ്, സ്നേഹം. സ്നേഹം എന്നത് മനോഹരമായ ഒരു പദമാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ് പ്രണയം, സ്നേഹം. അതിനോട് ചേർത്ത് വച്ചിരിക്കുന്നത് ഒട്ടും യോജിക്കാത്ത മറ്റൊരു പദമാണ് ജിഹാദ്. ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദം ജിഹാദാണ്. പലതരത്തിലുള്ള അർത്ഥകൽപ്പനകൾ ഇന്ന് ജിഹാദിനുണ്ട്. ജിഹാദ് എന്നതിന്റെ ഒരു വായന, ഒരേ ഒരു വായന, അതിങ്ങനെയാണ്: മനുഷ്യരെ കൊല്ലുക, പൊട്ടിത്തെറിക്കുക, സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഇതാണ് ഇന്ന് ജിഹാദ്, ലവ് ജിഹാദ്. ഈ ആയുധം പ്രയോഗിക്കപ്പെട്ടത് മുസ്ലിമീങ്ങൾക്ക് നേരെയാണ്. ഈ ആയുധത്തിന്റെ സൂത്രം എല്ലാ മുസ്ലിമീങ്ങളെയും സംശയിപ്പിക്കുക എന്നതാണ്. ഇനിമേലിൽ ഒരു മുസ്ലിം യുവാവും ആയുധമണിയണം.
അവന്റെ കയ്യിൽ AK-47 റൈഫിൾ വേണ്ട, അവന്റെ കയ്യിൽ RDX വേണ്ട. അവൻ എത്രയും നിരായുധനാണെങ്കിലും അവൻ ആയുധധാരിയാണ്. അവന്റെ കയ്യിൽ നിഷ്കപടമായ നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ട്. അവൻ ചിരിക്കുന്നുണ്ട്. ആ ചിരി അപകടകാരിയായ, ഏറ്റവും പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ഒരുപാട് രക്ഷിതാക്കളുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന, അവരെ ദിനംപ്രതി ആകുലചിത്തരാക്കുന്ന ഒരു ചിരിയാണ്. ഇവിടുത്തെ ഓരോ ഹിന്ദു രക്ഷിതാക്കളും ക്രിസ്തീയ രക്ഷിതാക്കളും മുസ്ലിം യുവാവിന്റെ ചിരിയെ ഭയപ്പെടാൻ തുടങ്ങി. ഈ ഭയം, ഈ ഭീതി, ഇതിൽ നിന്നാണ് ഒരു ഹിന്ദുത്വ വർഗീയത രൂപപ്പെടുന്നത്. എല്ലാ മുസ്ലിങ്ങളെയും ഭയപ്പെടണം, എല്ലാ മുസ്ലിങ്ങളും അപകടകാരികളാണ്, ഇവരെല്ലാവരും ആയുധധാരികളാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന്റെ ഇടയിൽ ഭീതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഭീതിയിൽ നിന്നാണ് ഒരു സംഘാടനം ഉണ്ടാവുന്നത്, ഒരു ഒത്തുചേരലുണ്ടാവുന്നത്. ആ ഒത്തുചേരലിനെ വോട്ടാക്കി മാറ്റാം, അധികാരത്തിലേക്ക് കൊണ്ടുപോകാം. ഇതിന്റെ നേരെ എതിർവശത്ത് മറ്റൊന്നുകൂടി വരുന്നു, മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി ഉൽപ്പാദിപ്പിക്കുക. അപ്പുറത്ത് നമ്മളെ ആക്രമിക്കാൻ സർവസായുധരായ ഒരു വിഭാഗമുണ്ട്. അവർ ആസൂത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ അപ്പുറത്തിരിക്കുന്ന ആയുധധാരികളെ ചൂണ്ടി മുസ്ലിങ്ങളിൽ ഭീതി ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെ ക്രിസ്ത്യാനികളിൽ മറ്റൊരു തരത്തിൽ ഭീതി ഉൽപ്പാദിപ്പിക്കുക. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭീതിയിൽ നിന്ന് യഥാർത്ഥ രാഷ്ട്രീയം അതല്ല. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരാശയം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെ പലതായി പകുക്കേണ്ടി വരിക. അങ്ങനെ പകുത്ത് ഹിന്ദുവാക്കി, മുസ്ലിമാക്കി, ക്രിസ്ത്യാനിയാക്കി, വേറെ വേറെ കളങ്ങളിലാക്കി, പരസ്പരം പോരടിപ്പിച്ച് അധികാരം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പ്രതിലോമപരതയാണ് നമുക്കിടയിൽ ഇന്ന് അപകടകാരികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതും, നമ്മൾ ഉണരേണ്ടതും, നമ്മൾ ഉണർന്ന് ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കേണ്ടതുമായ വിഷയം, ഇത്തരം പ്രതിലോമ ആശയങ്ങളുമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുകയും അവരെ അവഗണിക്കാനുള്ള ശക്തി ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. മുസ്ലിങ്ങൾക്കിടയിൽ ഈ ആശയത്തിന്റെ പ്രയോക്താക്കളായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫിസം എന്ന് വിളിക്കുന്ന, അതിനെ നമുക്കിടയിൽ പരിചയപ്പെടുത്തുന്ന മൗദൂദിസം പോലുള്ള ആശയധാരകളെ ഇസ്ലാമിക സമൂഹം ചെറുത്തു തോൽപ്പിക്കണം. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഏറ്റവും അപകടകാരിയായിരിക്കുന്ന ഒരാശയമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രത്യാശാസ്ത്രമാണ് എന്നാണ് മൗദൂദിസം ഇവിടെ അവതരിപ്പിച്ചത്. അന്നു മുതൽ മറ്റൊന്നും വേണ്ടതില്ല. ഇവിടുത്തെ മുസ്ലിമീങ്ങളെ സംശയിക്കുക, ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന